ജമ്മു കശ്മീരിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 10 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. അപകടത്തിൽ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ അനുശോചനം അറിയിച്ചു. മജൽമാത തീർത്ഥ പാതയിലാണ് ഈ അപകടം ഉണ്ടായത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. അജീഷ്, എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്? ഉന്മേഷം, എന്തായാലും വലിയ ഒരു അപകടമാണ് ജമ്മു കശ്മീരിൽ സംഭവിച്ചിട്ടുള്ളത്. ജമ്മു കശ്മീരിലെ കിഷ്വാർ ജില്ലയിലാണ് ഈ അപകടം. മേഘവിസ്ഫോടനത്തെ തുടർന്ന് അവിടെ മിന്നൽ പ്രളയം ഉണ്ടാവുകയായിരുന്നു. അവിടെ മജയിൽ മാതാ തീർത്ഥാടനം നടക്കുകയായിരുന്നു. ഈ തീർത്ഥാടന പാതയിലാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടായത്. ഈ തീർത്ഥാടകർക്കായി അവിടെ ഒരുക്കിയിരുന്ന ഒരു സാമൂഹ്യ അടുക്കള, ഈ അടുക്കള അവിടെ ഒരുപാട് പേർ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ മിന്നൽ പ്രളയത്തിൽ അവിടെ ഉണ്ടായിരുന്ന നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടുപോയി. ഇപ്പോൾ അവിടുത്തെ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഒരു അറിയിപ്പ് വരുന്നതനുസരിച്ചിട്ട് 10 പേർ മരിച്ചുവെന്നാണ് അറിയിപ്പ്. കൂടുതൽ പേരെ കാണാതായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു കശ്മീരിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ മരിച്ചവരുടെ കുടുംബത്തിന് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീർ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ അവിടുത്തെ പ്രാദേശിക ഭരണകൂടവുമായി സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ ജമ്മു കശ്മീരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവിടുത്തെ ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. സൈന്യവും ദ്രുതകർമ്മ സേനയും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചില ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ കുട്ടികളുമായി ഓടുന്ന ചില ആളുകളെയൊക്കെ കാണാമായിരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഉള്ളതായിട്ടാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ മേഖല ഈ വാഹനങ്ങൾക്കും മറ്റും എത്താൻ പ്രയാസമുള്ള ഒരു മേഖലയാണ്. മാത്രമല്ല ശക്തമായ മഴയും തുടരുന്നുണ്ട്. അതുകൊണ്ട് ഹെലികോപ്റ്റർ മാർഗമുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ അസാധ്യമാണ്. വാഹനങ്ങൾക്കും, അതായത് ഈ അപകടമുണ്ടായതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ഏറ്റവും അവസാനമായി വാഹനം എത്തുന്ന സ്ഥലം. പിന്നീട് കാൽനടയായിട്ട് വേണം ഈ തീർത്ഥാടനം നടത്തുവാൻ. സ്വാഭാവികമായിട്ടും ഈ രക്ഷാപ്രവർത്തനം സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും ദ്രുതകർമ്മ സേനയും സൈന്യവും ഒക്കെ പരമാവധി പരിശ്രമിക്കുകയാണ്. കൂടുതൽ ആളുകളെ, ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയും ഒപ്പം തന്നെ കാണാതായ ആളുകളെയും കണ്ടെത്താനുള്ളൊരു ശ്രമം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നുണ്ട്. എന്തായാലും 10 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്ത. കാണാതായിട്ടുള്ള കൂടുതൽ ആളുകൾക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശരി, ജമ്മു കാശ്മീരിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 10 പേർ മരിച്ചു. ഹിമാചലിലും ഇന്ന് മേഘവിസ്ഫോടനം ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും കനത്ത മഴയുണ്ട്. ഡൽഹിയിൽ റെഡ് അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.